നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. അദ്ദേഹം തിരുവനന്തപുരത്തെ ഇലക്ഷൻ്റെ ബിസി ഡേയ്സ് കഴിഞ്ഞിട്ട് കൊച്ചിയിലെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ഒരു മീഡിയ ബിൽഡപ്പാണ് 2 ദിവസമായിട്ട് കാണുന്നത്. ഇന്ന് അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ, 2 പ്രത്യാശികൾ എന്ന് പറയാവുന്ന ആൾക്കാർ ഡൽഹിയിലുണ്ട് ഇന്ന്. പക്ഷേ ഇന്ന് വൈകുന്നേരം ACCയുടെ 2 ഒബ്സർവേഴ്സ്, മുകുൾ നിവാസിനിക്കും വേറൊരു സെക്രട്ടറിയും AICC ജനറൽ സെക്രട്ടറിയും 2 പേര് കേരളത്തിലേക്ക് പോവുകയാണ്. അതായത് MLA-മാരുടെ ഹിതമറിയാൻ വേണ്ടി പോകുന്നു എന്നാണ് പറയുന്നത്. സർ, എനിക്ക് തോന്നുന്നത് ഈ 2 പേര് ഡൽഹിയിലുള്ളപ്പോൾ ഡൽഹി ബേസ്ഡ് അല്ല ഈ തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവർ 2 പേരുമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ടു ബി CM എന്ന് പറയാം. അവിടെ ഈ തിളക്കമാർന്ന ജയത്തെ കേരള കോൺഗ്രസിന് UDF-ന് സംഭാവന ചെയ്ത് സതീശൻ സ്വന്തം വീട്ടിലിരിക്കുകയാണ്, അനുകാരികളെ കാണുകയാണ്. അതിനർത്ഥം ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാള് കേരളത്തിൽ തന്നെ നിൽക്കുന്നു. മറ്റ് 2 പേർ, KC വേണുഗോപാൽ ഡൽഹി ബേസ്ഡ് ആണ്, പക്ഷെ രമേശ് ചെന്നിത്തല, ഇങ്ങനെ 2 പേര്, 2 പ്രത്യാശികൾ ഡൽഹിയിലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ ശ്രമിക്കുന്നു. ഹൈക്കമാൻഡ് ആരൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഇത് ഗാന്ധി കുടുംബവും ഖാർഗെയും കേരളത്തെ സംബന്ധിച്ചോളം AK ആന്റണി, ഇങ്ങനെ 4 5 പേരാണ് ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. അതിൽ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് എൻ്റെ ഒരു റീഡിങ്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു VD സതീശനെ നമുക്ക് കാണാം. മറ്റ് 2 പേരും പ്രത്യാശികൾ മാത്രമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ താങ്കളുടെ റീഡിങ് എന്താണ്? അത് താങ്കൾ പറയുന്നുള്ള 2 പ്രത്യാശികൾ, അതായത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഡൽഹിയിലും, ശ്രീ സതീശൻ കേരളത്തിൽ അദ്ദേഹത്തിന്റെ തട്ടകത്തും കഴിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാവും ആത്മവിശ്വാസം സതീശനാണ്. കാരണം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴും സതീശൻ അതേ ട്രെയിനിലുണ്ടായിരുന്നു, വരുമ്പോഴും ഉണ്ടായിരുന്നു. ഇത് ഇന്നലെ തിരിച്ചു വരുമ്പോൾ സതീശനും ഞാനും ഒരു ട്രെയിനിലാണ് തിരിച്ചു വന്നത്. അപ്പോ അദ്ദേഹത്തെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ വന്നിരുന്ന ആൾക്കൂട്ടം, യൂത്ത് കോൺഗ്രസ്, KSU, ഇത്തരത്തിൽ വലിയ ഒരു ജനപ്രിയനായ നേതാവിനെ, അതൊരു വാസ്തവത്തിൽ ഞാൻ വന്ദേ ഭാരത്തിൽ എറണാകുളത്ത് നിന്ന് കയറുവാൻ ആളുകൾക്ക് 5-10 മിനിറ്റ് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള വലിയ സ്വീകരണമായിരുന്നു സതീശന് അവിടെ ഞാൻ കണ്ടത്. അതേപോലെ തന്നെ ഞാൻ പോകുമ്പോഴും ഈ പറയുന്ന പോലെ വളരെ സാധാരണ ജനങ്ങൾ, സാധാരണ സ്ത്രീകൾ, അവരെല്ലാം അദ്ദേഹവുമായി സെൽഫി എടുക്കുന്നതിന്, ഫോട്ടോ എടുക്കുന്നതിന് അപ്പൊ കാണിക്കുന്ന ഒരു നമുക്ക് അത് വളരെ പ്രധാനമാണ് ജനാധിപത്യത്തിൽ ആക്സസിബിലിറ്റി, ഒരു അടുപ്പം, ഒരു വ്യക്തിപരമായ അടുപ്പം, ഇത് സതീശൻ ആകർഷിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് എൻ്റെ അനുഭവം. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണ് തെറ്റിയിട്ടുള്ളത്, എന്തിലാണ് അദ്ദേഹത്തിന് പിഴച്ചിട്ടുള്ളത്, അത് പറയാൻ ഒരു ഉത്തരവാദിത്വമില്ലേ ഹൈക്കമാൻഡിനും ഇതിന് MLA-മാർക്കും? അവരെ ഇവിടെ കൊണ്ടെത്തിച്ചത് KC വേണുഗോപാൽ ഹൈക്കമാൻഡിൽ നിന്ന് കൊണ്ടുവന്ന പണമോ, അല്ലെങ്കിൽ വളരെ ഹരിപ്പാടും ആ പ്രദേശങ്ങളിൽ മാത്രം പൂർണ്ണമായി നിൽക്കേണ്ടി വന്ന രമേശ് ചെന്നിത്തലയ്ക്കുമാണോ ഈ MLA-മാർ ആക്കിയതിൽ ഈ കേരളത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് സതീശൻ അല്ലേ? അത് ഒരു ദിവസം ഒരു ക്യാമ്പയിൻ ഇറങ്ങുന്നതല്ല, 5 വർഷമായി എല്ലാ സ്ഥാപിത താല്പര്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഈ വിജയത്തിൽ എത്തിച്ചത്. ഇനി അതുകൂടി ഞാൻ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ പറയാം. എറണാകുളം ജില്ല, അതല്ലേ സതീശന്റെ ജില്ല, ആ ജില്ലയിൽ കോൺഗ്രസിന് ഇതുവരെ ഇല്ലാത്ത വിജയം, ഒരു സീറ്റ് പോലും നഷ്ടപ്പെടാതെ സ്വന്തം തട്ടകത്ത് എറണാകുളത്ത് ജയിക്കുക, അത് സ്വന്തം അനുയായിയായ DCC പ്രസിഡന്റിനെ
അവിടെ ഉണ്ടാവുക, അദ്ദേഹവും ജയിക്കുക. എറണാകുളത്ത് ഏറ്റവും വിഷമകരം എന്ന് പറഞ്ഞിരുന്ന കൊച്ചി സീറ്റിലാണ് അദ്ദേഹം ജയിച്ചത്. അപ്പൊ ഏതർത്ഥത്തിലും പാർട്ടി അണികളുടെ ഇടയ്ക്കും സ്വന്തം ഒരു രാഷ്ട്രീയ അടിത്തറ എറണാകുളത്തുള്ള കേരളം മുഴുവൻ വിജയിപ്പിക്കാൻ കഴിയുന്ന മുസ്ലിം ലീഗും മറ്റ് ഘടകകക്ഷികളുമായി നല്ല ബന്ധമുള്ള താരതമ്യേന യുവാവായ, അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ന്യൂജൻ പുതിയ വോട്ട് ചെയ്തവർക്ക് അവരിൽ ഒരു പ്രതീക്ഷ ഉണർത്താൻ കഴിയുന്ന സതീശനാണോ അതോ വളരെ ഒരു പഴയ കാലത്തെ രണ്ട് പ്രതീകങ്ങൾ ഇപ്പോഴും പഴയ കാലത്താണ്, ചീത്ത മോശമാർത്ഥത്തിലല്ല, പരമ്പരാഗത കോൺഗ്രസ് മുഖങ്ങളായ KC വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ആണോ കേരളത്തിലെ ഈ കോൺഗ്രസിനെയും UDF-നെയും തെരഞ്ഞെടുത്ത വോട്ടർമാരും കോൺഗ്രസ് അണികളും ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ UDF-ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരും കോൺഗ്രസിന്റെ പ്രവർത്തകരും കേരളത്തിൽ ആഗ്രഹിക്കുന്നത്, അവർ ആഗ്രഹിക്കുക മാത്രമല്ല, അവർ അർഹിക്കുന്നത് VD സതീശൻ തന്നെയാണ്. ഇതൊരു പകൽ പോലും വ്യക്തമാണ് ഈ ജനവികാരം. ആ ജനവികാരത്തിന് എനിക്ക് തോന്നുന്ന ഒന്നുകൂടിയുണ്ട്. അതായത് VD സതീശനെ പോലെ സ്വന്തം പൊളിറ്റിക്കൽ സ്റ്റേക്ക് ഇത്രമാത്രം ഓപ്പണായിട്ട്, അതായത് തുറന്ന വേദിയിൽ പറഞ്ഞു ഞാൻ വനവാസത്തിന് പോകും, UDF വന്നില്ലെങ്കിൽ 100 കടക്കും, വിസ്മയങ്ങൾ ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു ആവേശഭരിതമായ, ഏത് പാർട്ടിക്കും ആവേശം കൊടുക്കുന്ന ചില പോയിന്റുകൾ മുന്നോട്ട് വെച്ച ഒരു നേതാവാണ് അദ്ദേഹം. അതായത് ഇന്ന് UDF-ന് 102 അല്ലെങ്കിൽ 103 സീറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ അദ്ദേഹം തന്നെയല്ലേ? ഒരു കാരണക്കാരനല്ല, മുഖ്യ കാരണക്കാരൻ. തീർച്ചയായും ഒരു കാരണക്കാരനല്ല, മുഖ്യ കാരണക്കാരൻ സതീശൻ തന്നെയാണ്. ഒരു അണികളെ ജയിപ്പിക്കുന്ന ഒരു ട്രെൻഡിലേക്ക് കൊണ്ടുവരിക, കോൺഗ്രസിനെയും UDF-നെയും ഒരു വിജയപാതയിലേക്ക് ആ ട്രാക്കിൽ കൊണ്ടുവന്നതും സതീശനാണ്. അപ്പൊ ഇത് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഇതിനു മുൻപ് ഇവിടെ ചർച്ച ചെയ്താണ്. ഇത് നമുക്ക് എന്തെങ്കിലും സ്ഥാപിത താല്പര്യം ഉണ്ടായിട്ടല്ല പറയുന്നത്. സതീശനും എനിക്ക് വ്യക്തിപരമായും 3 പേരെയും വളരെ ദീർഘകാലം, വാസ്തവത്തിൽ ഏറ്റവും കുറച്ചറിയുന്നത് സതീശനെയാണ്. കാരണം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും അവരുടെ യുവ കാലത്ത് KSU കാലത്ത് മുതൽ എനിക്ക് VKCയെ അറിയാം. മറ്റേ രമേശ് ചെന്നിത്തലയെ ചുരുങ്ങിയത് അദ്ദേഹത്തിന്റെ തിരുത്തൽവാദി കാലത്ത് മുതൽ എനിക്കറിയാം. ഞങ്ങൾ പരസ്പരം അത്തരത്തിലുള്ള വിശ്വാസവും ഒക്കെയുള്ള ആളുകളാണ്. പക്ഷേ സതീശനല്ലേ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനെ മറികടന്നുകൊണ്ട് MLA-മാർ പ്രവർത്തിക്കുകയാണെങ്കിൽ, പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, AK ആന്റണിയുടെ ഒരു പങ്കാളിത്തവും ഇല്ലാതെ AK-യുടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പഴയ ഒരു സെറ്റ് ആളുകൾ കോൺഗ്രസിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ചില ബുദ്ധികൾ, ചില ഞാനത് പറയുന്നത് ശരിയല്ല, അവരും പലരും സുഹൃത്തുക്കളാണ്, അവരുടെ ചില കുരുട്ടും ബുദ്ധിയും സതീശനെതിരായി പ്രവർത്തിക്കുന്നത് താങ്കൾക്ക് ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് അത്ര വേഗം മനസ്സിലാവുകയില്ല. അവശിഷ്ട ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെ പരിശ്രമവും ഒരു പക്ഷേ VD സതീശനെ വരാതിരിക്കാനാണ്. അത് നമ്മൾ പറയണം. അത് AK ആന്റണിക്ക് അറിയുന്ന കാര്യമായിരിക്കും. AK ആന്റണി താല്പര്യം എടുക്കുന്നുണ്ടോ എന്നറിയില്ല. അല്ലെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ശിഷ്യന്മാരായി കേരളത്തിലൊക്കെ കോൺഗ്രസിൽ ഇപ്പോൾ തുടരുന്നവരൊന്നും AK ആന്റണി പറയുന്നത് കേൾക്കണമെന്നില്ല. പക്ഷെ അതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതും വളരെ അധാർമികമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. കോൺഗ്രസിന്റെ ഈ സതീശനെ മാറ്റിക്കൊണ്ട് ഒരാളെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കുക എന്ന് പറഞ്ഞാൽ അത് എന്റെ അഭിപ്രായത്തിൽ അത് രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയെയും ദോഷമായി ബാധിക്കും. സോണിയാഗാന്ധിയുടെ പ്രത്യേകിച്ച്, ബിക്കോസ് സോണിയാഗാന്ധിയുടെയും ആവശ്യപ്രകാരമാണ് സതീശൻ ഈ കേരളത്തിലെ ഈ ചുമതല ഏറ്റെടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്കും ജനങ്ങളുടെ ആഗ്രഹത്തിനും ജനാധിപത്യത്തിനും എതിരായി സതീശനെ മുഖ്യമന്ത്രി ആക്കാതിരുന്നാൽ അത് ഈ വിജയത്തിന്റെ ശോഭ തന്നെ കെടുത്തും. കോൺഗ്രസിന്റെ ദീർഘകാലം കേരളത്തിലുള്ള അതിന്റെ പ്രതിച്ഛായയ്ക്കും മങ്ങലേൽക്കും. കൂടുതൽ പാർട്ടിയിലെ അനൈക്യം വർദ്ധിക്കും. കാരണം ഒരു 70-78 സീറ്റ് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തല
അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ ഒരു 80 താഴെയാണെങ്കിൽ, കാരണം കോൺഗ്രസിൽ അറിയാമല്ലോ, കോൺഗ്രസ് എപ്പോഴും ഗ്രൂപ്പും ഒക്കെയാണ്, UDF-ഉം. അങ്ങനെ ഒരു ചെറിയ മാർജിൻ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നു കെ.സി. വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലയോ കൊണ്ടുവരുന്നതിന്. ഇത് UDF-ലെ മിക്ക കക്ഷികളും, RSP, ഷിബു ബേബി ജോൺ, PJ ജോസഫും അനൂപും, പിന്നീട് എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിലെ ഫാക്ടർ മാത്രമല്ല, ഇപ്പോൾ ദേശീയമായി കോൺഗ്രസിലെ രാഹുൽ ഗാന്ധി ആരെയാണ് പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ ഗാന്ധി കുടുംബം ഇപ്പോൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ലാസ്റ്റ് ഹിമാചൽ പ്രദേശിലെ ഇലക്ഷനിലെ അവിടുത്തെ വീരഭദ്ര സിംഗിന്റെ നേരത്തെ രാജാവായിരുന്ന, മുഖ്യമന്ത്രിയായിരുന്ന രാജകുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ മകനും മുഖ്യമന്ത്രിയാകാൻ ക്ലെയിം ചെയ്തു. പക്ഷേ അവിടെ സമരം നടത്തി കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നത് ഇപ്പോഴത്തെ സുഖു സിംഗ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെയാണ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെയായിരുന്നു അതിന് മുമ്പ് നടന്ന ഇലക്ഷൻ ആന്ധ്രാപ്രദേശിൽ. ഉത്തം കുമാർ റെഡ്ഡി എന്ന PCC പ്രസിഡന്റ്, അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ കണ്ടംപററിയാണ്. അദ്ദേഹവും രാജീവ് ഗാന്ധിയുമായി വളരെ അടുപ്പത്തിലുണ്ടായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം വർഷങ്ങളായി PCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന് കഴിയാത്ത ഒരു സമരമുറ രംഗത്തെടുത്ത് രേവന്ത് റെഡ്ഡി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഹൈക്കമാൻഡ് എന്താണ് ചെയ്തത്? രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ ആ ഒരു ശൈലി നോക്കുവാണെങ്കിൽ ഇവിടെ ഹൈക്കമാൻഡിന്റെ ആദ്യത്തെ ചോയ്സ് സതീശൻ തന്നെ ആയിരിക്കും എന്നാണ് ഡൽഹിയിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. പക്ഷേ അത് ശരിയല്ലേ, താങ്കൾക്ക് അതിന്റെ പശ്ചാത്തലം അറിയുന്നത് കൊണ്ട് താങ്കൾക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ മനസ്സ് എന്നേക്കാൾ കൂടുതൽ അറിയാൻ കഴിയും. എനിക്ക് അങ്ങനെ രാഹുൽ ഗാന്ധിയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്കറിഞ്ഞുകൂടെ രാഹുൽ ഗാന്ധിയുടെ മനസ്സും നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് കോൺഗ്രസിനും ജനാധിപത്യത്തിനും കേരളത്തിൽ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ചെറിയാൻ, ഈ തെരഞ്ഞെടുപ്പ് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ ആലപ്പുഴയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഒരു MLA രാജിവെച്ച ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടുമാണോ ഇപ്പോൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്? ഇത്ര വലിയ വിജയത്തിന് ശേഷം ഇത്തരത്തിലുള്ള 2 തെരഞ്ഞെടുപ്പുകൾ അനാവശ്യമായി വിളിച്ചു വരുത്തി അതിലുണ്ടാകുന്ന ചെറിയ തിരിച്ചടി പോലും ഈ സർക്കാരിനെ ബാധിക്കും. അല്ല, അത് തന്നെയാണ് സാർ. അത് ഞാൻ കേട്ടത് അദ്ദേഹം തന്റെ സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനായ AP അനിൽകുമാറിനെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അയച്ചു. ഒരു ദൂതനായിട്ട് അവർ ചോദിച്ചു മലബാറിലെ ഒരു സീറ്റ്, അതായത് വയനാടിനടുത്തുള്ള എന്തോ ഒരു സീറ്റ് കൊടുക്കുമോ എന്ന്. അപ്പോൾ അവരുടെ റെസ്പോൺസ് പോസിറ്റീവ് അല്ലായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, സതീശൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പേ കേരളത്തിന് വെളിയിൽ പോയി എന്ന ഒരു ന്യൂസ് ഉണ്ട്. അത് നമ്മുടെ പല സഹാക്കളും അദ്ദേഹം പണക്കാരെ കാണാൻ പോയെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഡൽഹിയിൽ കേട്ടത് അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ഒരു പ്രൈവറ്റ് മീറ്റിംഗിന് പോയി എന്നാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്കറിഞ്ഞൂടാ, കേരളത്തിന് ഒരു പുതിയ കോൺഗ്രസ് മുഖമാണ് കേരളത്തിന് സമ്മാനിക്കേണ്ടതെങ്കിൽ, കേരളത്തിന് ഒരു പുതിയ കോൺഗ്രസിനെയാണ് സമ്മാനിക്കേണ്ടതെങ്കിൽ, അതായത് പഴയ വിമോചന സമര കാലത്തിന്റെ ആ പാരമ്പര്യത്തിലുള്ള ഈ സാമുദായിക മത നേതാക്കളുടെ തിണ്ണ നിരങ്ങാത്ത ഒരു കോൺഗ്രസ്, ഒരു യുവ കോൺഗ്രസ്, ചെറുപ്പക്കാരുടെ കോൺഗ്രസ്, ഒരു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നവയുഗം എന്നല്ല പറഞ്ഞിട്ടായിരുന്നല്ലോ കേരള എന്നല്ല യാത്രയെല്ലാം, അതിന് യോജിക്കുന്നതാണെങ്കിൽ, അതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെങ്കിൽ അതിന് സതീശൻ തന്നെയാണ് സ്ഥാനാർത്ഥി. അത് വേറെ എന്തെങ്കിലും പക്ഷപാതിത്വത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കുചിതമായ ഒരു അർത്ഥത്തിലല്ല. തീർച്ചയായിട്ടും അതിന് കഴിയുക സതീശനാണ്. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴുള്ള ലീഡർഷിപ്പ്, അദ്ദേഹം കംഫർട്ടബിൾ ആയി വർക്ക് ചെയ്യുന്ന ലീഡർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ സതീശന്റെ പ്രായമുള്ള ആൾക്കാരാണ് മാക്സിമം. അതിന് നിങ്ങളുള്ളവരോട്ട് അദ്ദേഹത്തിന്റെ ബഹുമാനപൂർവ്വമായുള്ള ഇടപാടുകളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ടീമിനകത്ത് ഒരു ഈസി ഫിറ്റ് ആണ് സതീശൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് സതീശനാണ്
ഐ തിങ്ക് ഹോട്ട് ഫേവറേറ്റ് എന്ന് ഞാൻ ഫേവറേറ്റ് അത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ KC വേണുഗോപാലിനെ ഈ താല്പര്യത്തിൽ നിന്ന് മാറ്റുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ രമേശ് ചെന്നിത്തലയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നുള്ളത് എനിക്ക് പിടിയില്ല. അതെന്താണ്, അദ്ദേഹം വളരെ താല്പര്യം കാണിക്കുകയാണ്. അദ്ദേഹം പലതവണ ഇപ്പൊ ആവർത്തിച്ച് പറയുന്നു. അദ്ദേഹത്തിന് താല്പര്യം കാണിക്കാനുള്ള സീനിയോറിറ്റിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷൻ കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ഇന്നത്തെ ദേശീയമായും കേരളത്തിന്റെയും രാഷ്ട്രീയ സിറ്റുവേഷൻ പഴയ കൺവെൻഷണൽ തിങ്കിങ്ങിനെ പറ്റിയ ഇടമല്ല എന്ന് അദ്ദേഹം എത്രയും വേഗം മനസ്സിലാക്കിയാൽ അത്ര അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ, നിരാശയുടെ ലെവൽ കുറെ കുറയാൻ കഴിയും. കാര്യം വെച്ചാൽ ഇപ്പം ബംഗാളിൽ നടക്കുന്നത് കണ്ടു, തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടു എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഒരു പുതിയ പൊളിറ്റിക്സ് കോൺഗ്രസ് കൊണ്ടുവരാൻ കഴിയണം. പഴയ പൊളിറ്റിക്സിന് ഒരു സ്ഥാനവുമില്ല എന്ന് അദ്ദേഹം ഒരു ചെറിയ എനിക്ക് തോന്നിയ വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഈ സതീശനും കുഴൽനാടനും മറ്റും ഉയർത്തിക്കൊണ്ടുവന്ന നിരവധി അഴിമതി ആരോപണങ്ങൾ അവിടെ നിൽക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വീടുമായി സംബന്ധിച്ച്. അപ്പൊ അതിലെല്ലാം ശക്തമായ അന്വേഷണങ്ങളും കണ്ടെത്തലുകൾക്കും ചെയ്യാൻ കഴിയുന്ന ഇച്ഛാശക്തി, രാഷ്ട്രീയ ഇച്ഛാശക്തി രമേശ് ചെന്നിത്തലയെക്കാളും KC വേണുഗോപാലിനേക്കാൾ കൂടുതൽ അത് സതീശനായിരിക്കില്ലേ? തീർച്ചയായിട്ടും പല കാര്യങ്ങളും അദ്ദേഹവും അല്ലെ. അല്ല, പുതിയ ദേശീയ സംസ്ഥാന അല്ലെങ്കിൽ റീജിയണൽ പൊളിറ്റിക്സിനനുസരിച്ചുള്ള ഒരു പ്രവർത്തന ശൈലി ഇപ്പോൾ ഉള്ളത് സതീശനാണ്. മറ്റേത് ബാക്കി ഒക്കെ ഞാൻ പറയുന്ന ഹൈക്കമാൻഡും ഞാൻ പറയുന്നത് ഇനി അദ്ദേഹത്തിന് ചെയ്യേണ്ട നിരവധി അന്വേഷണങ്ങളുണ്ട്. കാരണം ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾ പകുതി വെച്ച് ഇട്ടിട്ട് പോകാൻ കഴിയില്ലല്ലോ. അത് ചെയ്യാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയും അത് കോൺഗ്രസും മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. അത് ആര് തന്നെ ആണേലും. മാത്രവുമല്ല, ഇടതുപക്ഷത്തിനെതിരെ പോകുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് ബംഗാളിലെ കോൺഗ്രസ്സുകാരോട് അദ്ദേഹം വളരെ പറഞ്ഞു, TMCയുടെ പതനത്തിൽ നിങ്ങൾ ആഘോഷിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അവരും ഇന്ത്യ ബ്ലോക്കിന്റെ പാർട്ട്നേഴ്സാണ്. BJP ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സെലിബ്രേഷൻസ്, TMCയുടെ പതനത്തിന്റെ സെലിബ്രേഷൻ ഒഴിവാക്കൂ എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷത്തോടും അദ്ദേഹം ഇതുവരെ അങ്ങനെയാണ്. ഇലക്ഷൻ സമയത്ത് ഇന്നലെ താങ്കൾ ഇത് പറഞ്ഞത് കൊണ്ട് പറയാണ്, AK ആന്റണിയും മറ്റ് കേരളത്തിലെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കി CPM മുക്ത കേരളമല്ല അവരുടെ ലക്ഷ്യം. CPM ഇല്ലാതാവുന്നൊരു കേരളമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കി. അത് ആർക്കാണ് ഇന്നലെ നമുക്ക് ഈ ബോധത്തോടുകൂടി അവരുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കട്ടെ. ബാക്കിയുള്ള 1-2 ദിവസങ്ങൾ നമുക്ക് പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന് എനിക്ക് തോന്നുന്നത് നാളെ തന്നെ അറിയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ വൈകുന്നേരത്തോടുകൂടി അല്ലെങ്കിൽ മറ്റന്നാൾ. അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെ അസസ്മെന്റ് സതീശനാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഹോട്ട് ഫേവറേറ്റ്. പക്ഷേ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, കേരളത്തിന്റെ രാഷ്ട്രീയം എപ്പോഴും അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ തരുന്നതാണ്. ഇതിലും ഒരു വിസ്മയം ഉണ്ടാവുമോ? അത് സതീശനോട് തന്നെ ചോദിക്കണം. മുഖ്യമന്ത്രി പദത്തിലും ഇനി വിസ്മയമാണോ സതീശൻ കാണുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അത് നമുക്ക് 2-3 ദിവസത്തിനും അറിയാൻ പറ്റും. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും മുമ്പിലെത്തും.